പിറ്റേന്ന് ചിന്നുവിനെ രാവിലെ വീട്ടിൽ കൊണ്ടാക്കാൻ മനു പോയിരുന്നു. നിക്കുവും വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ആമിയും ജോയും ജെനിയും കൂടി ആഹാരം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. പിള്ളേരൊക്കെ പോയപ്പോൾ മുതൽ ആമി ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ്. ജോ ഒരു കൈകൊണ്ട് ആഹാരവും കഴിക്കുന്നുണ്ട്, മറു കൈകൊണ്ട് ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ആമി, ഇരുന്ന് അതിലിട്ട് അക്ഷരം എഴുതാതെ അങ്ങോട്ട് വാരി കഴിച്ചേ. ആഹാരത്തിൽ കൈയിട്ടിളക്കുന്ന ആമിയെ നോക്കി ദേഷ്യത്തോടെ ജോ പറഞ്ഞു. എനിക്ക് വിശക്കുന്നില്ല ചായ. അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. ആ വിളമ്പിയതെടുത്ത് കഴിക്ക്. അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അവനെ പേടിച്ച് തലയാട്ടി. ഡാ, ചുമ്മാ മോളെ പേടിപ്പിക്കാതെ. അവൾക്ക് വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട, ലിസി അവനെ നോക്കി പറഞ്ഞു. പിന്നെ കുറേ നേരമായി അതും കൊണ്ടിരിക്കുന്നു. അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ? ആമി ചുണ്ടുകൾ ചുളുക്കി. ഞാൻ ദേഷ്യപ്പെട്ടോ? നിന്നോടത് കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ ആമി. അവൾ മൂളിക്കൊണ്ട് അവനെ മുഖം കൊട്ടി കാണിച്ച് കഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ജോയ്ക്കൊരു കോള് വന്നു. അവനതെടുത്ത് ചെവിയിലേക്ക് വെച്ചു. പിന്നെ എഴുന്നേറ്റ് സംസാരിച്ചുകൊണ്ട് കൈ കഴുകി. മമ്മി, ഞാൻ പുറത്തേക്കൊന്ന് പോകുക. ആമി, കഴിച്ചിട്ട് മുറിയിലേക്ക് വാ. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. എന്താ ജോ, എവിടെ പോകുക? അത് ആ ജോർജിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം. അവൻ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. അവൻ പോയ പുറകെ ആമി എഴുന്നേറ്റു. മോൾക്ക് എന്താ ഒരു വല്ലാതെ? നല്ല ക്ഷീണമുണ്ടല്ലോ. അറിയില്ല മമ്മി, ദേഹമൊക്കെ വേദനിക്കുന്നു, കിടക്കാൻ തോന്നുവാ. അവൾ പറഞ്ഞതും അവളുടെ ദേഹത്ത് കൈവച്ച് നോക്കി. ചെറിയ ചൂടുണ്ടല്ലോ, പനിക്കാണെന്ന് തോന്നുന്നു. എന്തായാലും ഹോസ്പിറ്റലിൽ പോകുമല്ലേ, ജോയുടെ കൂടെ മോളും കൂടി പോയിട്ട് വാ. വേണ്ട മമ്മി, ഒന്ന് കിടന്നാൽ മാറിക്കൊള്ളും. എങ്കിൽ ജോ പോയിട്ട് മോള് കുറച്ചു നേരം പോയി കിടക്ക് കേട്ടോ. അവർ പറഞ്ഞതും അവൾ തലയാട്ടി. ചാച്ചൻ പോയിട്ട് ഞാൻ കയറി വരാടി, ജെനിയും അവളോട് പറഞ്ഞു. ആമി റൂമിൽ ചെന്നപ്പോൾ ജോ ഷർട്ട് ഇടുമായിരുന്നു. ആമി, എന്താ ചായ? അത് എനിക്ക് നാളെ വൈകിട്ട് ബാംഗ്ലൂർ വരെ ഒന്ന് പോകണം. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി. എന്താ പെട്ടെന്ന്? അത് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോകുക. 2 ദിവസമേ ഉള്ളൂ. അവൻ അവളെ നോക്കാതെ പറഞ്ഞു. അവളൊന്ന് മൂളി. പിന്നെ അയാളുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഇന്നത്തേടം കഴിച്ചു കൂട്ടുമോയെന്ന് അറിയില്ല. മെറിനൊരു പെൺകുട്ടി ആയതുകൊണ്ടും അവൾ ഈ കേസിലൊന്നും പെടാത്തത് കൊണ്ടും ഞാൻ അവളെ മാപ്പുസാക്ഷിയാക്കി മാറ്റുക. നിന്നോടുള്ള ദേഷ്യത്തിന് അവൾ ചെയ്തു കൂട്ടിയതാ ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെയാണ് ഞാൻ കരുതിയേക്കുന്നത്. അയാൾ മരിച്ചു പോയാൽ പിന്നെ ആൻറ്റിക്ക് അവളല്ലേ ഉള്ളൂ. നിനക്ക് എതിരഭിപ്രായം ഒന്നും കാണില്ലെന്നറിയാം, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ അടുത്ത കോള് വന്നു. അവൻ കോള് ചെയ്തിട്ട് വെച്ചിട്ട് അവളെ നോക്കി. അയാൾ മരിച്ചു. അവൻ പറഞ്ഞതും അവൾ അതിനും ഒന്ന് മൂളി. ആമി, നോക്കിക്കേ, ഇച്ചാൻ 2 ദിവസത്തിനേക്കല്ലേ പോകുന്നത്. പിന്നെ ഇതിനെങ്ങനെ മുഖം വീർപ്പിക്കുന്നേ? പെട്ടെന്ന് ഞാൻ വരും. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ താഴേക്ക് വീണിരുന്നു. ആമി, മോളെ, ആമി, കണ്ണു തുറക്ക്. അവൻ അവളുടെ കവളിൽ തട്ടി വിളിച്ചു. അപ്പോഴേക്കും അവൻ്റെ ഒച്ച കേട്ട് ജെനിയും ലിസയും അങ്ങോട്ട് കയറി വന്നിരുന്നു. ജോ, എന്താടാ, എന്താ മോക്ക് പറ്റിയത്? അവർ ആവലാതിയോട് ചോദിച്ചു. ആമി, കണ്ണു തുറക്കടി. ജെനിയും അവളെ തട്ടി വിളിച്ചു. ജോ, മോക്കെന്തോ വയ്യായ്കയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാ നീ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂടെ പോയി ഒന്ന് കാണിക്കാൻ. എന്നിട്ട് മമ്മി ഇപ്പോഴാണോ അത് പറയുന്നത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് അധിക സമയമൊന്നും ആയില്ലടാ. അവൾ കയറി വരുന്നതിന് മുന്നേ ഞാൻ അവളുടെ ദേഹത്ത് തൊട്ട് നോക്കിയതാ. അപ്പോൾ ഒരു പനിക്കോള് പോലെ ചെറിയ ചൂടുണ്ടായിരുന്നു. അവൻ പറഞ്ഞതും ജോ അവളെ കൈകളിൽ കോരിയെടുത്ത് താഴേക്ക് നടന്നു. ജെനിയും ലിസിയും കൂടി കാറിൻ്റെ ബാക്കിൽ കയറിയതും അവൻ അവളെ അവരുടെ അടുത്തേക്ക് കിടത്തിക്കൊണ്ട് വണ്ടിയെടുത്തു. ഡോക്ടർ, ആമിയെ പരിശോധിച്ചിറങ്ങി വന്ന ഡോക്ടറിനെ നോക്കി ജോ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ പനിയാ, ബോഡി വീക്കാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ചു നേരം ക്ഷീണം മാറാൻ ട്രിപ്പിടാം. ഡോക്ടർ അവനെ നോക്കി പറഞ്ഞപ്പോഴാണ് ജോയ്ക്ക് സമാധാനമായത്. ചിന്നുവിനെ കൊണ്ട് വിട്ടിട്ട് തിരികെ വന്ന മനു ജോയുടെ വീട്ടിലേക്കാണ് വന്നത്. കതക് പൂട്ടിയിരിക്കുന്നത് കണ്ട് അവൻ ജോയെ വിളിച്ചപ്പോഴാണ് ആമിക്ക് വയ്യാതെ ഹോസ്പിറ്റലിലാണെന്നറിയുന്നത്. അവൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ജോ, എന്താടാ, മോക്ക് എന്തു പറ്റി? റിസപ്ഷനിൽ മരുന്ന് വാങ്ങാൻ നിൽക്കുന്ന ജോയെ കണ്ട് അവൻ ആവലാതിയോട് ചോദിച്ചു. ഒരു ചെറിയ പനി പോലെ, വേറെ കുഴപ്പമൊന്നുമില്ലടാ, ട്രിപ്പിട്ടിരിക്കുക. നീ അവളോട് പറഞ്ഞോ പോകുന്ന കാര്യം? രാവിലെ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൾ തലചുറ്റി വീണത്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും തോന്നുന്നില്ല. ബട്ട് എനിക്ക് പോയേ പറ്റുള്ളൂ. അത് സാരമില്ല, അവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം ജോ. അത് മമ്മിക്ക് വിഷമമാകില്ലേടാ? മമ്മിയോട് പറഞ്ഞേക്ക് എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ. പറയാം. പിന്നെ നീ ഇവിടെ ഉണ്ടാകില്ലേ? ജോർജ് മരിച്ചെന്ന് അർജുൻ വിളിച്ചു പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് പോകണം. ഞാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആമിക്ക് വയ്യാതെയായത്. നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം മോളെ. ദാ മരുന്ന് പിടിക്ക്. 2 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ പോയി അയാളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. ഞാൻ വരാൻ താമസിക്കുകയാണെങ്കിൽ നീ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. ശരിയടാ.
ഡാ, ആ മെറിനെ എന്ത് ചെയ്യാനാ? കേസ് എടുക്കുന്നുണ്ടോ? ഇല്ലടാ, അവൾ കൂടെ പോയാൽ പിന്നെ ആൻറ്റി ഒറ്റയ്ക്കാകും. അവളെ മാപ്പുസാക്ഷിയാക്കാം. ഞാനൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്, അയാൾ നോക്കിക്കോളും അവളുടെ കാര്യം. അവൻ പറഞ്ഞതും മനു തലയാട്ടി. ജോ അയാളുടെ അടുത്തേക്ക് ഇറങ്ങിയതും മനു ആമിയെ കാണാൻ മുറിയിലേക്ക് പോയി. മനു ചെന്നപ്പോൾ ആമി കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അടുത്ത് തന്നെ ലിസയും ജെനിയും ഇരിപ്പുണ്ട്. അവനെവിടെ മനു? ആ ജോർജ് മരിച്ച ആൻറ്റി, അവൻ അങ്ങോട്ട് പോയേക്കുവാ. അവൻ പറഞ്ഞുകൊണ്ട് ആമിയുടെ അടുത്തിരുന്ന് അവളുടെ നെറുകയിൽ തലോടി. എന്ത് പറ്റിയെന്ന് അറിയില്ല മോക്ക് പെട്ടെന്ന് ഇങ്ങനെ പനി വരാൻ. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പനി വരാൻ കാരണമൊന്നുമില്ലല്ലോ ആൻറ്റി. മനു പറഞ്ഞതും അവരൊന്ന് മൂളി. ജോ ജോർജിനെ കിടത്തിയിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഇത്രയും ദിവസം വെന്റിലേറ്ററിലൊക്കെ ഇരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ മോർച്ചറിയിലൊന്നും വെക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് അയാളെ അടക്കാൻ തീരുമാനിച്ചു. മെറിൻ ഭയങ്കര കരച്ചിലായിരുന്നു. ജോയെ കണ്ടപ്പോൾ അവൾ ഒന്നുകൂടി പൊട്ടിക്കരഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളുടെ മമ്മിയിലേക്ക് നീണ്ടു. അവർ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എന്തു പറഞ്ഞവരെ ആശ്വസിപ്പിക്കണമെന്ന് ജോയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പനും മോളും ചെയ്തു കൂട്ടുന്നതിനെല്ലാം കരയാൻ മാത്രമേ അവർക്ക് എന്നും വിധിയുണ്ടായിരുന്നുള്ളൂ. അയാളുടെ അടക്കവും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ജോ മെറിൻ്റെയും അവളുടെ മമ്മിയുടെ അടുത്തേക്ക് വന്നു. ആൻറ്റി, ഞാൻ ഇറങ്ങട്ടെ? ജോ അവരുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. ജോ, എൻ്റെ മോളെങ്കിലും നീ എനിക്ക് തരില്ലേ? ആൻറ്റി, ഇവളെ ഞാൻ ഒരിക്കലും എൻ്റെ പങ്കാളിയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ പെണ്ണാക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായി ഒക്കെ ഞാൻ ആഗ്രഹിച്ചത് അന്നും ഇന്നും ആമിയയാണ്. ഇവൾ ഒരിക്കൽ പോലും എന്നോട് എൻ്റെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് ചോദിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇടിച്ചു കയറി എന്നെ സ്നേഹിക്കുകയായിരുന്നു ഇവൾ. പിന്നെ എന്നെ നേടിയെടുക്കാൻ ഇവളും ഇവളുടെ പപ്പയും ആവുന്നത് അവരെ കൊണ്ട് ശ്രമിച്ചു. ഒന്നും പറ്റാതെ വന്നപ്പോൾ എൻ്റെ പെങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയവനെ തന്നെ ഇവർ കൂട്ടുപിടിച്ചു. എൻ്റെ ആമിയെ ഇല്ലാതെയാക്കാൻ ഇവൾ ശ്രമിച്ചു. ഇവളും ഒരു പെണ്ണാണെന്ന് ഇവൾ ഓർത്തില്ല. ഇവളുടെ പപ്പയ്ക്ക് ഇപ്പോൾ സംഭവിച്ചത് അതയാൾ പണത്തോടുള്ള ആർത്തിമൂർത്ത് ഓരോന്ന് ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ്. കൂട്ടുനിന്നത് ഇവളും. ഇനിയെങ്കിലും നിന്നോട് ഞാൻ പറയുക, നല്ലൊരു പെണ്ണായി നിൻ്റെ മമ്മയ്ക്ക് നല്ലൊരു മകളായി നീ ജീവിക്കാൻ നോക്ക്. ഞാൻ വിവാഹം കഴിച്ച് എനിക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട്. നീ ഇനി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവളുടെ സ്ഥാനത്ത് നിന്നെയോ മറ്റൊരു പെൺകുട്ടിയോ എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായി വരരുത്. അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുണ്ട് മടക്കി കുത്തി. അവൾക്ക് തിരിച്ചൊന്നും പറയാനില്ലായിരുന്നു. ഞാനൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാൾ നിന്നെ കാണാൻ വരും. അയാൾ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. അവൻ പറഞ്ഞതും അവൾ മൂളി. ഇറങ്ങട്ടെ ആൻറ്റി? ഞാൻ ഇറങ്ങിയപ്പോൾ ആമിക്ക് പനിയായിരുന്നു. ഹോസ്പിറ്റലിലാക്കിയിട്ടാണ് വന്നത്. ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ക്ഷീണമുണ്ട്. അവൻ അവളെ നോക്കാതെ മറുപടി മാത്രം പറഞ്ഞു. ആൻറ്റി, അവൻ വിളിച്ചതും അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം. ഒരു മകനെ പോലെ ഞാനുണ്ടാകും. അത് കേട്ടതും അവർ തലയാട്ടി. ജേക്കപ്പച്ചൻ വന്നില്ലായിരുന്നോ? അവർ സംശയത്തോടെ അവനോട് ചോദിച്ചു. പപ്പ വന്നിരുന്നു. ഇയർ എൻഡിങ് ആയതുകൊണ്ട് ഓഫീസിൽ നല്ല തിരക്കുണ്ട്. കണ്ടിട്ട് കുറച്ചു നേരം നിന്നിട്ടാ പോയത്. അവർ മൂളി. അവൻ അവരെ ഒന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ ആമിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മരുന്നിൻ്റെ മറ്റു ഡോസ് കൊണ്ട് ആമിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. മനു അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ചാച്ചാ, ഇച്ചായൻ ബാംഗ്ലൂരിൽ പോകുവാണെന്ന് നാളെ 2 ദിവസമേ കഴിഞ്ഞു വരുള്ളൂ എന്ന് അവൾ ചുണ്ടുകൾ ചുളുക്കി വിഷമത്തോടെ പറഞ്ഞു. എന്നോട് പറഞ്ഞിരുന്നു മോളെ, പെട്ടെന്ന് പറഞ്ഞതാ അവനോട്. എന്നോട് രാവിലെ ദേഷ്യമായിരുന്നു. ഞാൻ വിചാരിക്കുകയും ചെയ്ത് എന്തിനാണെന്ന്. പിന്നെയാ ഇത് പറയുന്നത്. അവന് നിന്നെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര വിഷമമാണ്. അതിൻ്റെ ദേഷ്യമാണ് അവൻ കാണിക്കുന്നത്. എനിക്കറിയാം ചാച്ചാ. മോളിപ്പോൾ അതൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. കുറച്ചു നേരം കിടന്നുറങ്ങ്. നല്ല ക്ഷീണമുണ്ട് മോൾക്ക്. അവൻ അവളുടെ നെറുകയിൽ തലോടി. ചാച്ചൻ കൂടി ഇവിടെ കിടക്കാവോ? അവൾ ചോദിച്ചതും അവൻ അവളുടെ അടുത്തേക്ക് കിടന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. അവൻ അവളുടെ തലയിൽ തലോടി. തൻ്റെ സഹോദരൻ്റെ സാന്നിധ്യത്തിൽ അവൾ കണ്ണുകൾ അടച്ചു. അവൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആമി നല്ല ഉറക്കമായിരുന്നു. ആമിയുടെ അടുത്ത് മനുവും കിടപ്പുണ്ട്. മനുവിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ആമി. അത് കണ്ട് ജോയ്ക്ക് കുറച്ച് കുശുമ്പ് കുത്തി. അവൻ ആമയുടെ മറു സൈഡിൽ ചെന്ന് കിടന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും തലയെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു. അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ അവളെ ഇറുക്കിപ്പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. കുറച്ചു കഴിഞ്ഞതും മനു കണ്ണുകൾ തുറന്ന് നോക്കിയതും കാണുന്നത് ജോയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന ആമിയാണ്. അവനത് കണ്ട് ചിരിച്ചുകൊണ്ട് അവരെ ഉണർത്താതെ വാതിലടച്ചിട്ട് പോയി. ആമി കണ്ണു തുറന്നതും ജോയെയാണ് കണ്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ മനുവിനെ കണ്ടില്ല. അവൻ എഴുന്നേറ്റ് പോയി കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചിരിയോടെ ജോയുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അവളുടെ ചുണ്ടിൻ്റെ സ്പർശനത്തിൽ അവൻ കണ്ണുകൾ തുറന്നു. എങ്ങനെയുണ്ട് മോളെ? ക്ഷീണം മാറിയോ? അവൻ അവളുടെ നെറുകയിൽ തലോടി ചോദിച്ചു. കുഴപ്പമില്ല ചായ. അടക്കം കഴിഞ്ഞോ? കഴിഞ്ഞു. മെറിൻ ചേച്ചി ആൻറ്റിയൊക്കെ കരച്ചില്ല. ഇച്ചായ നാളെ എപ്പോഴാണ് പോകുന്നേ? വൈകിട്ട്. മറ്റന്നാൾ വരുമോ?
അതിൻ്റെ അടുത്ത ദിവസം പിറ്റേന്ന് ആമിയുടെ പനി കുറച്ച് മാറിയെങ്കിലും ക്ഷീണം പൂർണ്ണമായും അവളെ വിട്ടുമാറിയിരുന്നില്ല. ജോയ്ക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അവളെ വിട്ടിട്ട് പോകാൻ. ആമി, തണുത്ത വെള്ളം ഒന്നും കുടിക്കരുത്, തലയും കുളിക്കണ്ട, ഞാൻ വന്നിട്ട് നീ തല കുളിച്ചാൽ മതി. ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം കേട്ടോ. നല്ലതുപോലെ ആഹാരം കഴിക്കണം. പനി ആയതുകൊണ്ട് വേണ്ട എന്നൊന്നും പറയരുത്, ഞാൻ മമ്മിയെ വിളിച്ച് ചോദിക്കും. അവൾ കുനിഞ്ഞിരുന്ന് മൂളി. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അപ്പോഴേക്കും അവന് പോകാനുള്ള കാറ് വന്നിരുന്നു. പോയിട്ട് വരട്ടെ, അവൻ പറഞ്ഞതും അവൾ അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് വിങ്ങി. 2 ദിവസമല്ലേ ഉള്ളൂ ആമിക്കുട്ട, ഇച്ച ഞാൻ പെട്ടെന്ന് വരില്ലേ, അപ്പോഴേക്കും പനിയൊക്കെ മാറി എൻ്റെ കൊച്ചു പഴയതുപോലെ ഉഷാറാവണം. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. അവൻ ഒന്നുകൂടി അവളെ ഇറുക്കി പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തിട്ട് ഇറങ്ങി. മനുവിനെ അവൻ്റെ മമ്മിയെയും ആമിയെ നോക്കാൻ ഏൽപ്പിച്ച് അവൻ ഇറങ്ങിയിരുന്നു. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. 2 പേരും 2 സ്ഥലത്തായിരുന്നെങ്കിൽ പോലും ജോ അവന് ഒരിച്ചിരി സമയം കിട്ടിയ ആമിയെ വീഡിയോ കോൾ ചെയ്യും. ആമി അവൻ്റെ വിളിയും കാത്ത് ബാത്റൂമിൽ വരെ ഫോണും കൊണ്ടുപോകും. അവർ 2 പേരും പരസ്പരം മനസ്സിലാക്കുകയായിരുന്നു, ഒരാളില്ലാതെ മറ്റൊരാൾക്ക് പറ്റില്ലെന്ന്. ആ 2 ദിവസവും ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് മനു ആമിയെ നോക്കി. അവളെ കൊണ്ട് ആഹാരം കഴിപ്പിച്ചു, ഗുളിക കഴിപ്പിച്ചു. അവൻ അവളെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു. 2 ദിവസത്തിന് ശേഷം ജോ ഇന്നാണ് അന്വേഷണമൊക്കെ കഴിഞ്ഞ് തിരികെ വരുന്നത്. ആമി അപ്പോഴേക്കും ഉഷാറായി. പനിയൊക്കെ അവളെ വിട്ടുമാറിയിരുന്നു. ജോ മുറിയിലേക്ക് വന്നപ്പോൾ ആമി കുളിക്കുകയായിരുന്നു. അവൻ ഷർട്ട് മാറിയിട്ട് കട്ടിലിലേക്ക് കിടന്നു. ഇച്ചായ, അവൾ വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് അവളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി. എപ്പോൾ വന്നു? ഇപ്പോൾ വന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ടിപ്പോൾ? കുറവുണ്ട് ഇച്ചായ, ചൂടൊക്കെ മാറി, പിന്നെ ദേഹം വേദനയുണ്ട്. അത് പതിയെ മാറിക്കോളും കേട്ടോ. പോയ കാര്യങ്ങളൊക്കെ നടന്നു ഇച്ചായ. ഇനി റിപ്പോർട്ട്സൊക്കെ കൊടുക്കണം. ഇച്ചായന് ചായ വേണോ? ഇപ്പം വേണ്ട, നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് കിടക്കട്ടെ. എങ്കിൽ കിടന്നോ, അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് ഇവിടുന്ന് എല്ലാവരും ദേവൻ്റെ അടുത്തേക്ക് പോകുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്. നേരത്തെ പോകണമെന്ന് വിചാരിച്ചെങ്കിലും ജോയിക്ക് ജോലി ഉണ്ടായിരുന്നു. അനു വിളിച്ച് അവൾ വരുമ്പോൾ വന്നാൽ മതിയെന്നും അതിനു മുമ്പ് നിങ്ങൾ പോയി സൂയിക്കേണ്ട എന്നും പറഞ്ഞു. അതുകൊണ്ട് പിള്ളേർ ഇന്നാണ് മൂന്നാർക്ക് പോകുന്നത്. അവരെത്തുന്ന സമയത്ത് എത്താൻ വേണ്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അനുവും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചിന്നുവിനെ രാവിലെ തന്നെ മനു പോയി വിളിച്ചുകൊണ്ട് വന്നു. ജോ ഡ്രൈവർ സീറ്റിലും ജേക്കബ് കോ ഡ്രൈവർ സീറ്റിലും കയറി. പുറകിൽ നിക്കുവും മനുവും ലിസയും കയറിയപ്പോൾ പെമ്പിള്ളേരും 3 വാചകമടിക്കാൻ പുറകിലത്തെ സീറ്റിൽ സ്ഥാനം പിടിച്ചു. തമാശ പറഞ്ഞും ആമയും ജോയും കളിയാക്കി അവരാ യാത്ര ആസ്വദിച്ചു. വൈകിട്ടോടെയാണ് അവർ മൂന്നാർക്ക് എത്തിയത്. അവരെത്തിയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും അനുവും പപ്പയൊക്കെ വന്നിരുന്നു. അവർ കുറച്ചു നേരം മെറിൻ്റെയും ജോർജിൻ്റെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞതും ദേവൻ അനുവിനെ കണ്ണു കാണിക്കാൻ തുടങ്ങി. അവൻ പതിയെ റൂമിലേക്ക് വലിഞ്ഞതും അവളും പതിയെ അവരുടെ ഇടയ്ക്ക് നിന്നും എസ്കേപ്പായി. എല്ലാവർക്കും അത് മനസ്സിലായതും അവർ പരസ്പരം നോക്കി ചിരിച്ചു. ഇങ്ങോട്ട് വാടി, കുണുങ്ങി വരുന്ന അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദേവൻ അവളെ റൂമിലേക്ക് കയറ്റി വാതിലടച്ചു. എന്തുവാ മനുഷ്യ? അവൾ കൈകൾ ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. കാണിക്ക്, അവൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. എന്ത് കാണിക്കാൻ? നേവൽ റിങ്. ഞാൻ കുത്തിയില്ല, അത് ഭയങ്കര വേദനയാ ദേവേട്ടാ, എനിക്കങ്ങ് വയ്യ വേദന സഹിക്കാൻ. അത് കേട്ടതും അവൻ്റെ മുഖം മാറി. നീയല്ലേ പറഞ്ഞത് വരുമ്പോൾ കുത്തിക്കൊണ്ട് വരാം കാണിക്കാം എന്നൊക്കെ? അവൻ കുഞ്ഞുകുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞിട്ട് കട്ടിലിലേക്ക് ചെന്നിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ കുത്തിയ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. അവൾ പറഞ്ഞു ഭയങ്കര വേദനയാണെന്ന്, അതുകൊണ്ട് എനിക്ക് കുത്താൻ തോന്നിയില്ല. അവൾ പറഞ്ഞതും അവനൊന്ന് മൂളി. ദേവേട്ടാ, ഇത് നോക്കിക്കേ, കൊള്ളാവോ? റൂമിൽ നിന്ന് പോകാനിറങ്ങിയ അവനെ വിളിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. ടോപ്പ് പൊക്കി പിടിച്ചു നിൽക്കുകയാണ് അവൾ. അവൻ്റെ കണ്ണുകൾ അവളുടെ അണിവയറിലേക്ക് നീണ്ടു. ഒരു വെള്ളക്കല്ലിൻ്റെ ഹാർട്ട് ഷേപ്പ് നേവൽ റിംഗ് ആയിരുന്നു അത്. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. യാന്ത്രികമായി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ തറയിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അതിൽ തലോടി. അവൾ ഒന്ന് ഏങ്ങി. അവൻ സംശയത്തോടെ അവളെ നോക്കി. ഒരുപാട് വേദനിച്ചോടി? അവൻ മുഖമുയർത്തി അവളോട് ചോദിച്ചു. സാരമില്ല ദേവേട്ടാ, ദേവേട്ടന് വേണ്ടി എന്ത് വേദന സഹിക്കാനും ഈ അനു റെഡിയാ. അവൾ പറഞ്ഞതും അവൻ അവളുടെ നേവൽ റിങ്ങിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു. ദേവൻ്റെ കല്യാണം പ്രമാണിച്ച് ആൺപിള്ളേർക്കൊന്ന് കൂടാൻ തീരുമാനിച്ചു. പെൺപിള്ളേരും വെറുതെ അവരുടെ കൂടെ പോയിരുന്നു. അനു നേവൽ റിങ് കുത്തിയ കാര്യം ദേവൻ്റെ നാവിൽ നിന്നും അബദ്ധത്തിൽ പുറത്തു പോയതും പെൺപിള്ളേർ അവരോട് പറയാത്തതിന് മുഖം വീർപ്പിച്ചു. അനു ദേവനെ കൂർപ്പിച്ചു നോക്കിയതും അവൻ ഇളിച്ചു കാണിച്ചു. തമാശകളും കളിയാക്കലുകളുമായിട്ട് അവരുടെ ഒരു ദിവസം തന്നെ കടന്നുപോയി. ഇച്ചായ, ഉറക്കം വരുന്നു, വാ പോകാം. ആമി ജോയെ നോക്കി ദയനീയമായി പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ, എൻ്റെ കൊച്ചിന് ഉറക്കം വരുന്നുണ്ട്. ജോ എല്ലാവരെയും നോക്കി പറഞ്ഞു. എനിക്കും ഉറക്കം വരുന്നുണ്ട്, വാ ജെനി, നമുക്കും പോകാം. നിക്കു പറഞ്ഞതും ജെനി ഞെട്ടി ജോയെ നോക്കി. എല്ലാവരും അതിശയത്തോടെ നിക്കുവിനെ നോക്കി. അല്ല, അത് പിന്നെ, നിക്കു ഇളിച്ചു കാണിച്ചു.
അവളുടെ ആങ്ങളെ കൂടെ നിൽക്കുമ്പോൾ തന്നെ വേണോടാ നിനക്ക്? ജോ അവനെ കളിയാക്കിയതും അവൻ ചിരിച്ചു. ഇച്ചായ, ആമി കോട്ടുവാ ഇട്ടുകൊണ്ട് വിളിച്ചു. വരുവാടി, വാ. അപ്പോൾ ശരി, നാളെ കാണാവേ, ജോ പറഞ്ഞുകൊണ്ട് ആമിയുമായി അവരുടെ മുറിയിലേക്ക് പോയി. ദേവേട്ടാ, ദേവേട്ടാ, അനു അവനെ വിളിച്ചു. അവൻ എന്താണെന്ന് പുരികം പൊക്കി ചോദിച്ചതും അവൾ ചുണ്ടു കുറിപ്പിച്ച് ഉമ്മ എന്ന് കാണിച്ചു. അത് കേട്ടതും ദേവന്റെ കണ്ണുകൾ വിടർന്നു. ശരിക്കും? അവൻ പതിയെ ചോദിച്ചു. അവളും ചിരിച്ചു. ദേവൻ ആൺപിള്ളേരെ കണ്ണു കാണിച്ചിട്ട് പതിയെ റൂമിലേക്ക് വലിഞ്ഞു. അനുവും പെൺപിള്ളേരെ കണ്ണു കാണിച്ച് അവൻ്റെ ഒപ്പം പോയി. മനുവും ചിന്നുവിനെ വിളിച്ചുകൊണ്ട് പെൺപിള്ളേരുടെ മുറിയിലേക്ക് പോയതും ജെനിയും നിക്കു മാത്രമായി ടെറസിൽ. നിക്കു ചിരിച്ചുകൊണ്ട് ജെനിയുടെ അടുത്തേക്ക് പോയിരുന്നു. നല്ല തണുപ്പുണ്ടല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. നല്ല മഞ്ഞുണ്ട്, അവളും ചിരിയോടെ പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്യുന്നോ? അവൻ്റെ കയ്യിലിരുന്ന മദ്യത്തിൻ്റെ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. ഏട്ടനെന്നെ കളിയാക്കുവാണോ? അവൾ മുഖം വീർപ്പിച്ചു. അല്ലടി. അവൻ ചിരിച്ചതും അവൻ അവളെ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. പോ ഏട്ടാ, എനിക്ക് വേണ്ട. ഒരു തവണ ഉപയോഗിച്ചതോടെ എനിക്ക് മതിയായി. അത് കേട്ടതും അവൻ ചിരിച്ചു. എന്നാലും ചാച്ചൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാതെയായിപ്പോയി. ജെനി മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ അങ്ങനെയൊന്നുമില്ല. നിക്കു ചിരിച്ചു. മനുവേട്ടാ, തൻ്റെ കൈകളിൽ കോർത്തു പിടിച്ചു നടക്കുന്ന മനുവിനെ നോക്കി ചിന്നു വിളിച്ചു. എന്താടി, നമ്മൾ എവിടേക്കാ പോകുന്നേ? അവൾ സംശയത്തോടെ ചോദിച്ചു. നിങ്ങളുടെ റൂമിലേക്ക്. എന്താ, അവളുമാർ വരില്ലേ? അതിന് അവന്മാർ വിട്ടിട്ട് വേണ്ടേ അവർ വരാൻ? മനുവേട്ടാ, നല്ല തണുപ്പല്ലേ, നമുക്ക് ഒരു നൈറ്റ് ഡ്രൈവിന് പോയാലോ? അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു. എടി, ഞാൻ കുടിച്ചിട്ടുണ്ട്, റിസ്ക് എടുക്കണോ? അവൻ സംശയത്തോട് ചോദിച്ചു. അതിന് മനുവേട്ടൻ ഡ്രൈവ് ചെയ്താലല്ലേ പ്രശ്നം, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. ചിന്നു പറഞ്ഞതും മനു സംശയത്തോടെ അവളെ നോക്കി. ദേവേട്ടൻ്റെ ബുള്ളറ്റ് ഇരിപ്പില്ലേ, ഞാൻ ഡ്രൈവ് ചെയ്തോളാം പ്ലീസ്. ചിന്നുമോളുടെ ആഗ്രഹമല്ലേ. അവൾ കൊഞ്ചി. നീ ബുള്ളറ്റ് ഓടിക്കുമോ? പിന്നെ എനിക്ക് ഓടിക്കാൻ അറിയാം, എനിക്ക് സ്കൂട്ടിയേക്കാൾ ഇഷ്ടവും അതാ. അവൾ ചിരിച്ചു. എങ്കിൽ വാ, ദേവൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങാം. ഷുവറല്ലേ, നീ ഓടിക്കുമല്ലോ? ഓടിക്കും മനുവേട്ടാ, സത്യം. വാ. അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ദേവൻ്റെ മുറിയിലേക്ക് നടന്നു. എടാ, ബുള്ളറ്റിൻ്റെ കീ ഒന്ന് താ. മനു പറഞ്ഞതും ദേവൻ സംശയത്തോടെ അവനെ നോക്കി. ഇവക്ക് നൈറ്റ് ഡ്രൈവിന് പോകണമെന്ന് മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ രാത്രിയിലോ? അനു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു. എടി, നൈറ്റിന് പോകുന്നത് കൊണ്ടല്ലേ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്? ദേവേട്ടാ, അവളുടെ തലക്കിട്ടൊന്ന് കൊടുക്ക്. ചിന്നു പറഞ്ഞതും അനു വിളിച്ചു. എടാ, അടിച്ചിട്ട് ഡ്രൈവ് ചെയ്യണോ? അതിന് ഞാനല്ലല്ലോ ഡ്രൈവ് ചെയ്യാൻ പോകുന്നേ, എൻ്റെ ചിന്നുക്കുട്ടിയല്ലേ. മനു അവളെ ചേർത്ത് പിടിച്ചു. എടി, സൈക്കിളല്ല ബുള്ളറ്റാ. ദേവൻ അവളെ കളിയാക്കി. ദേവേട്ടാ, കളിയാക്കാതെ, എനിക്കറിയാം സൈക്കിളല്ലെന്ന്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ആമിയെ വിളിച്ച് ചോദിച്ചു നോക്ക്, അവൾക്കറിയാം എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയാവുന്ന. ചിന്നു പുച്ഛിച്ചു. ഇനി അവരെ ശല്യം ചെയ്യണം, ദേവൻ പറഞ്ഞു. ദേവൻ അവർക്ക് കീ എടുത്തു കൊടുത്തതും മനുവും ചിന്നുവും ഡ്രൈവിനിറങ്ങി. എൻ്റെ മനുവേട്ടാ, സത്യം ഞാൻ ഓടിക്കും. ഏട്ടൻ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറ്. അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ പുറകിലേക്ക് കയറി. രാത്രി ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നും ഇല്ലായിരുന്നു. അവളാണെങ്കിൽ സൂപ്പറായിട്ട് ബുള്ളറ്റ് ഓടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മനുവിന് അവൾ ബുള്ളറ്റ് ഓടിക്കുന്നത് കണ്ട് അതിശയം തോന്നി. എടി, നീ എങ്ങനെയാണ് ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചത്? അവൻ അവളുടെ തോളിലേക്ക് താടി ഊന്നിക്കൊണ്ട് ചോദിച്ചു. അതോ, പണ്ട് ഈ ബുള്ളറ്റ് ഇറങ്ങിയ ഒരു ടൈമുണ്ടല്ലോ, ആ സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തുകൂടി ഈ ചേട്ടന്മാർ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അന്ന് മുതലേ ആഗ്രഹമായിരുന്നു ഇതൊന്ന് ഓടിക്കാൻ. 18 വയസ്സായപ്പോൾ അച്ഛൻ എന്നെക്കൊണ്ട് ലൈസൻസ് എടുപ്പിച്ചു. എന്നിട്ടൊരു സ്കൂട്ടി എടുക്കാൻ പോയി. അന്നേ ഞാൻ അച്ഛനോട് പറഞ്ഞു ഒരു ബുള്ളറ്റ് വാങ്ങിത്തരാൻ. ആദ്യം സമ്മതിച്ചില്ല. പിന്നെ വാങ്ങിത്തരാമെന്ന് അച്ഛനെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചപ്പോൾ അമ്മ വന്ന് അതങ്ങ് മുടക്കി തന്നു. അങ്ങനെ എൻ്റെ ആഗ്രഹം അവിടെ തീർന്നു. അമ്മ പറയുന്നേ അതൊക്കെ ആൺപിള്ളേർക്കുള്ളതാ, പെൺപിള്ളേർ ബുള്ളറ്റ് ഓടിക്കില്ല എന്ന്. എന്നിട്ടെന്താ, എനിക്കൊന്ന് വാശിയായി. ബുള്ളറ്റ് ഓടിക്കുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു, രോഹിത്തേട്ടൻ. ഞാനൊരു ദിവസം ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ആഗ്രഹം പറഞ്ഞു. ചേട്ടനെ പഠിപ്പിച്ചു. അതമ്മ അറിഞ്ഞില്ലേ? അറിഞ്ഞില്ല. അതെന്താണെന്നറിയോ? ഞാൻ +2 കഴിഞ്ഞിട്ട് ഇങ്ങ് ഹോസ്റ്റലിലല്ലായിരുന്നോ? അപ്പോൾ ഓണത്തിൻ്റെ ലീവിന് ഒരു തവണ വീട്ടിൽ പോയപ്പോൾ ഞാൻ കവലയിൽ ഇറങ്ങി. എന്നിട്ട് വീട്ടിൽ പോകാതെ ഞാനൊരു ഗ്രൗണ്ടിൽ ചെന്നു. രോഹിത്തേട്ടനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ചേട്ടൻ വന്നു. അങ്ങനെ ചേട്ടൻ കുറേ നേരം എന്നെ പഠിപ്പിച്ചു. ആഗ്രഹം ഇങ്ങനെ മൂത്ത് നിൽക്കുമല്ലേ, അപ്പോൾ ഞാനും പഠിച്ചു. പിന്നെ അതിൻ്റെ 2 ദിവസം വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞിട്ടിറങ്ങി ചേട്ടൻ്റെ അടുത്ത് പഠിക്കാൻ പോയി. അന്നും ചേട്ടൻ പഠിപ്പിച്ചു. എന്നിട്ട് ഒരു ദിവസം വൈകിട്ട് ഞാൻ ചേട്ടനെ പുറകെ വെച്ച് ഓടിച്ചുകൊണ്ട് വന്ന് വീട് വരെ എത്തി. അമ്മയോട് അതിന് മുമ്പ് വിളിച്ചിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയെ കാണിച്ചു. അമ്മ ഞെട്ടി പണ്ടാരം അടങ്ങി. അപ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അമ്മ ബുള്ളറ്റ് ആണുങ്ങൾക്ക് മാത്രമാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ആള് കൊള്ളാലോടി. അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു.
മനുവേട്ടാ അടങ്ങിയിരിക്കെ, വണ്ടി കയ്യിൽ നിന്ന് പോകും. അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ ഇടുപ്പിൽ കൂടി കൈചുറ്റി അവളുടെ തോളിൽ ചുണ്ടുകൾ ചേർത്തു. അവർ കുറേ നേരം ഓരോന്ന് സംസാരിച്ചു പോയിരുന്നു. എന്ത് രസമല്ലേ നൈറ്റ് ഡ്രൈവ്. വണ്ടികളില്ല, സൈലൻസ്, തണുത്ത കാറ്റ്, വെളിച്ചം. ഹോ, പൊളിയാണ് മനുവേട്ടാ. പിന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് ഇതുപോലൊരു ഡ്രൈവ് പോകാം, അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ ഉറക്കത്തിൽ എന്ന പോലെ മൂളി. മനുവേട്ടാ, അവൾ തോളൊന്ന് അനക്കിക്കൊണ്ട് വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയിരുന്നു. ബെസ്റ്റ് ആളിനെയാണ് ഞാൻ കൊണ്ടുവന്നത്, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വണ്ടി വീട്ടിലേക്ക് തിരിച്ചു.